ഇനി ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ്. ബംഗളൂരുവിൽ മതിലിടിഞ്ഞു വീണ് മരിച്ച സ്മിതയുടെയും ലതയുടെയും മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. പിറവം രാമമംഗലത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊതുദർശനം ആരംഭിച്ചു. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി ജിജിഷ് കരുണാകരൻ ചേരുകയാണ്. ജിജിഷ്, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ കുടുംബശ്രീ കൂട്ടായ്മ ബംഗളൂരുവിലേക്ക് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത്. നമുക്കറിയാം, ബംഗളൂരുവിൽ അതിശക്തമായ മഴയാണ് ഇന്നലെയൊക്കെ ഉണ്ടായത്. നഗരം മുഴുവൻ വെള്ളക്കെട്ടുകൾ നിറഞ്ഞ് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ ലതയുടെയും സ്മിതയുടെയും പൊതു ദർശനം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ ഇന്നലെ ഇത്തരത്തിൽ വലിയ ഒരു സന്തോഷത്തോടെ ഒരു വിനോദയാത്രയ്ക്ക് പോയതിൽ 2 പേരാണ് ഈ ഒരു ചേതനയേറ്റ ദേഹങ്ങളായി ഇവിടെ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. വലിയ ദുഃഖഭാരത്തിൽ തന്നെയാണ് ഇവർക്ക് 2 പേർക്കും ഈ നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. കാരണം അവർക്ക് ഏറെ പരിചിതരായ, അവർക്കൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിരുന്ന 2 പേർ, ലതയും സ്മിതയും, ആ 2 പേരാണ് അവർക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു നൊമ്പരത്തിൽ തന്നെയാണ് നാട് ഉള്ളത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഈ ഒരു അപകട വിവരവും മരണവിവരവും എല്ലാം അറിയുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഇവിടെ നിന്നും, രാമമംഗലത്ത് നിന്നും ഇവർ യാത്ര തിരിച്ചത്. രാമമംഗലത്ത് നിന്ന് മാത്രം 6 പേരായിരുന്നു ഈ കുടുംബശ്രീ വിനോദയാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 9 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇവർ ബംഗളൂരുവിലെത്തി. ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു അപകടം. കനത്ത മഴയെ തുടർന്ന് ഒരു സീറ്റിനിടയിൽ സുരക്ഷിതമായി കയറി നിൽക്കുകയായിരുന്നു. അതിനടുത്തുള്ള മതിലാണ് ഇവരുടെ ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നതും 7 പേരുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്തത്. അതിൽ 2 പേരാണ് മലയാളികൾ. ബാക്കി 3 മലയാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്മിതയുടെയും ഒപ്പം തന്നെ ലതയുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്. ഇവിടെ വലിയ ഒരു ജനാവലി തന്നെ ഒരു 11:30 മുതൽ അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനമായി ഒരു നോക്ക് കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമെല്ലാമായി. അതിൽ അവരുടെ സഹപ്രവർത്തകരുണ്ട്, കുടുംബശ്രീയിൽ ഒപ്പം പ്രവർത്തിച്ച ആളുകളുണ്ട്, അയൽക്കാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മറ്റ് പൊതുപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെല്ലാം ഉള്ള വിവിധ മേഖലകളിലുള്ള ആളുകളെല്ലാം തന്നെയുണ്ട്. 2 മണിയോടെയാണ് ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു സമയം മുതൽ തന്നെ ആളുകൾ അവരെ ഒരു അവസാനമായി കണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെയുള്ളവരുണ്ട്. ജില്ലാ കളക്ടർ പ്രിയങ്ക ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അവരുടെ ബന്ധുക്കളുമായി എല്ലാം നമ്മൾ സംസാരിച്ചു. അവരെല്ലാം ഒരിക്കലും അവർക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ദുരവസ്ഥ അവരാരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടെ യാത്രയാക്കിയ ആളുകളാണ് അവർ. വളരെ സന്തോഷത്തോടെ യാത്ര പോയ ആളുകളാണ്. 56 അംഗ സംഘമായിരുന്നു ഈ ഒരു വിനോദയാത്രാ സംഘത്തിൽ കുടുംബശ്രീയിൽ നിന്ന് ഉണ്ടായിരുന്നത്. 56 പേരിൽ 6 പേർ ഈ ഭാഗത്തു നിന്നാണ്, പിറവം രാമമംഗലം ഭാഗത്തു നിന്നാണ്. അതിൽ ഉൾപ്പെട്ട ആളുകളാണ് ലതയും ഒപ്പം തന്നെ ഈ സ്മിതയുമെല്ലാം തന്നെ ആ പ്രദേശത്ത് ഏത് കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന, കുടുംബശ്രീയുടെ ഭാഗമായി അവിടെ ഒരു കൂട്ടായ്മകളുടെ ഭാഗമായി ഏറെനാൾ പ്രവർത്തിച്ചിരുന്ന, കുറെ കാലമായി അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അവരുടെ ചേതനേറ്റ മൃതദേഹങ്ങൾ ഇപ്പോൾ അവർ കൂടി പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കായി അവർ പലപ്പോഴായി ഓടിയെത്തിയിരുന്ന രാമമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബംഗളൂരുവിൽ നിന്നും ആംബുലൻസ് മാർഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. അതിനിടയിൽ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോയി അവിടെ നിന്ന് വീണ്ടും തിരികെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ കാര്യാലയത്തിന് മുന്നിലേക്ക്, രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യം 12 മണിയോടുകൂടി മൃതദേഹങ്ങൾ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ആ സമയത്തിന് മുമ്പ് തന്നെ ആളുകൾ അവിടെ ഈ ഒരു ഭാഗത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ എല്ലാം പ്രിയപ്പെട്ട 2 പേരാണ് അവരെ വിട്ടുപോയിരിക്കുന്നത്. സ്മിതയും ലതയും തന്നെ അവരുടെ സുഹൃത്തുക്കളായ ആളുകളുണ്ട്. ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായി ഒരുമിച്ച് പല ഘട്ടങ്ങളിലും ഒരുമിച്ച് മുന്നോട്ട് പോയ ആളുകളുണ്ട്. പല പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെയുണ്ട്. കാരണം അവരോടെല്ലാം യാത്ര പറഞ്ഞാണ് ഇവർ പോയത്. കാരണം ഈ ഒരു വിമാന യാത്രയുണ്ട്, മറ്റു നിരവധി സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. അതെല്ലാം അവരുടെ മനസ്സിൽ
കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് കടന്നു പോകാം എന്ന വലിയ ചിന്തയിൽ തന്നെയായിരുന്നു ആ ആളുകൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് മടങ്ങിയത്. ആ ഒരു യാത്ര ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഈ ചേതനയേറ്റ മൃതദേഹങ്ങളായി ഇവിടെ കാര്യാലയത്തിന് മുന്നിൽ, ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒപ്പം തന്നെ ജിജീഷ്, ഇവരോടൊപ്പം ചിലർക്കൊക്കെ പരിക്കേറ്റിരുന്നു. അവരെ നാട്ടിലെത്തിക്കാനുള്ള ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ? 3 പേരുടെ ാണ് പരിക്കേറ്റത്. ഇവർക്കൊപ്പം ലതയ്ക്കും സ്മിതയ്ക്കും ഒപ്പം മറ്റു 3 മലയാളികൾക്ക് കൂടിയാണ് പരിക്കേറ്റതിൽ ഉള്ളത്. ഇവരിൽ ഒരാളുടെ നിലയാണ് അല്പം ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എല്ലാവരെയും തുടർ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇവിടെ തുടർ ചികിത്സ സാധ്യമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളിലെല്ലാം ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം അടക്കം ചെയ്യുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് അധികൃതരെല്ലാം അറിയിച്ചിരിക്കുന്നത്. അത് ജനപ്രതിനിധികളടക്കം ഇക്കാര്യത്തിൽ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കേരളവും കർണാടകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് മതിയായ ചികിത്സ, നിലവിൽ അവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നതിനും വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നതിനും എല്ലാം തന്നെ ചിലർക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്, ചിലർക്ക് നട്ടലിന്റെ ഭാഗത്താണ് പരിക്കേറ്റിരിക്കുന്നത്. കാരണം വലിയ കൂറ്റൻ മതിലാണ് ഈ തുടർച്ചയായി പെയ്ത കുടുംബശ്രീ പ്രവർത്തകരായ 52 അംഗ സംഘമാണ് എറണാകുളം രാമമംഗലത്ത് നിന്നും ഇന്നലെ ബംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തിയത്. ശിവാജി നഗറിലേക്ക് ഷോപ്പിംഗിന്റെ ഭാഗമായി എത്തിയ ഈ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കൂറ്റൻ മതിലിടിഞ്ഞു വീണാണ് 2 പേരുടെ മരണം ഉണ്ടായത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. തൽക്കാലം അവർ ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.